ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് ഒരു അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഹൽവയാണ്. അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ജാങ്കിരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പൊടിച്ചെടുക്കുക. അതിന് പൊടിച്ച ശേഷം 1/4 കപ്പായിരിക്കണം. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ച് അതൊന്ന് അലിഞ്ഞു വന്ന ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അമൃതം പൊടിയിൽ മധുരം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഉപയോഗിക്കാം. ഇത് നല്ലോണം തിളച്ച് വന്ന് എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് അമൃതം പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മാവ്. ഇതിപ്പോൾ ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തോടെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ലോണം ആ പാത്രത്തിൽ ഒട്ടാണ്ട് വരുന്നത് വരെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലോണം വെന്ത് പാത്രത്തിലൊട്ടാണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തൊട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തവ കൊണ്ടോ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് സെറ്റായി കിട്ടും. സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് സേവ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കുക.